എല്ലായിടത്തും കമ്മിറ്റിയാ തീരുമാനിക്കുക, ആളുകളാ തീരുമാനിക്കുക, ഭരിക്കുന്നവരാ തീരുമാനിക്കുക എന്തൊക്കെ അവിടെ ചെയ്യണമെന്ന്. നിസ്കരിക്കേണ്ട സമയം വരെ എപ്പോഴാ ജമാഅത്ത് നടത്തേണ്ടത്, എപ്പോഴാ നിസ്കരിക്കേണ്ടത്, എപ്പോഴാ പിരിയേണ്ടത് എന്ന് വരെ കമ്മിറ്റിയെ തീരുമാനിക്കണം. ഇമാമിങ്ങൾക്കൊന്നും പ്രത്യേകമല്ല. ഇമാമിന്റെ നിയമത്തിൽപ്പെട്ടതാണ് വാസ്തവത്തിൽ അതൊക്കെ. നിസ്കരിക്കേണ്ടത് എപ്പോഴാണ്, ഇഖാമത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണെന്നൊക്കെ വാസ്തവത്തിൽ ഇമാമാ തീരുമാനിക്കേണ്ടത്. അതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ. ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെല്ലും നിസ്കരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ നബി അതെ എന്ന് പറഞ്ഞെങ്കിലാണ് ബഹുമാനപ്പെട്ട ഒരു ഇഖാമത്ത് കൊടുക്കുക. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കരിക്കാൻ വരാതെ പള്ളിയിൽ സമ്മേളിച്ചിട്ടുള്ള കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം പലരും ഉറങ്ങിപ്പോയി. ഇശാ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വൈകിയിട്ട് അവസാനം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വന്ന് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉറങ്ങിയല്ലോ നബി എന്ന്. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ ബേജാറാകേണ്ട, മദീനത്തെ പള്ളിയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമാണ്, വഹീകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്, ഖുർആൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണ്. അക്കാലത്ത് അതിലൊക്കെ പങ്കെടുക്കാനും കേൾക്കാനും പഠിക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസദസ്സിലേക്ക് പെണ്ണുങ്ങളും വരുമ്പോൾ അവർ പള്ളിയിൽ ചൂടുന്നവർ പലരുമുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിനകത്തുള്ളവരോ അവിടുത്തെ സഹധർമ്മിണിമാരോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടികളോ പരിചാരകരോ മറ്റാരെങ്കിലുമോ മദീനത്തെ പള്ളിയുടെ ഓരം ചേർന്നുണ്ടാക്കപ്പെട്ട റൂമുകളിൽ നിന്ന് പോലും പള്ളിയിലെ ജമാഅത്തിനോ ജുമുഅക്കോ വരാറില്ല എന്ന മുന്തിയ ചര്യയാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. ആ ഉത്കൃഷ്ടമായ ചര്യയില്ലാതെ ദൂരദിക്കുകളിൽ നിന്നോ അപ്പുറത്തു നിന്നോ ഇപ്പുറത്തു നിന്നോ ഒക്കെ വന്ന ആളുകൾ നബിയോടെ കാണാനും നബിയെ സംസാരിക്കാനും വന്ന ആളുകളൊക്കെ നബിയുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്ത് അതിന്റെ ചിട്ട പാലിച്ച് നിസ്കരിക്കുന്നതൊക്കെ അന്നുമുണ്ട്. അത് നബിയുടെ കാലത്ത് അവസാനം വരെയുണ്ട്. ഒരു കാലത്തും അത് മൻസൂഖൊന്നും ആയിട്ടില്ല. ആ നിലക്ക് വന്ന ആളുകൾ ഉറങ്ങിയപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയണേ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉറങ്ങിപ്പോയി എന്ന്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാന്റെ ഭൂമിന്റെ മുകളിൽ ഈ സമയത്ത് ഈ നമസ്കാരം കാത്തിരിക്കുന്നവർ നിങ്ങളല്ലാതെ മറ്റൊരു കൂട്ടരില്ല അള്ളാന്റെ ഭൂമിന്റെ മുകളിൽ എന്ന്. അള്ളാന്റെ ഭൂമിന്റെ മുകളിൽ ഇസ്ലാം നിലകൊള്ളുന്നതും ഈ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരും ഇവരേ ഉള്ളൂ, നിങ്ങളേ ഉള്ളൂ, മറ്റാരുമില്ല. അത് പാഴാവുകയില്ല. ഏതൊരു നമസ്കാരം കാത്തുകൊണ്ട് ഒരാൾക്ക് ഇരിക്കുന്നുവോ അദ്ദേഹം ആ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യമാണ്, ശ്രേഷ്ഠതയാണ്, പദവിയാണ്. നിങ്ങൾ ഇന്നകും ഫീ സ്വലാ മന്തളർത്തുമുസ് സ്വലാ, നിങ്ങൾ ഏതൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ നമസ്കാരത്തിലാകുന്നു എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുപ്രകാരം ഈ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നവരെല്ലാം അത്രയും സമയം നിസ്കാരത്തിലായിരുന്നുവെന്നും അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട മറ്റാർക്കും കിട്ടാത്തൊരു വലിയ പദവിയാണെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയും ചെയ്ത ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാനിത് പറയുന്നത് നബി വരുമ്പം വരിക, നബി സമ്മതിക്കും, കാവത്ത് കൊടുക്കുക, ഇതാണ് ഇസ്ലാമിന്റെ രീതി. പക്ഷേ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ബോർഡ് എഴുതുന്നതും തൂക്കി വെക്കുന്നതും സമയം നിശ്ചയിക്കുന്നതും ഒക്കെ കമ്മിറ്റിക്കാരാണ്, നാട്ടുകാരാണ്. നാട്ടുകാർ തീരുമാനിച്ചതനുസരിച്ച് ഇമാമ് നിൽക്കുക. എങ്ങാനും വല്ലവരും സുന്നത്ത് നിസ്കരിക്കണീൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് കാത്തുപോയി ഇമാം എന്ന് വെച്ചാൽ അന്ന് ബഹളായിരിക്കും. ബോർഡൻ്റെ എഴുതി വെച്ചേ കണ്ടുകൂടി, ഈ സമയം വെച്ചേ കണ്ടുകൂടി എന്നായിരിക്കും ആകെ കണക്ക്. ചിലക്കാർ ഉണ്ടാവുമല്ലോ സുന്നത്തിലൊക്കെ ഇടപെട്ടവരെ കാത്തൊക്കെ ഒന്ന് ഇരിക്കല്, ഇതൊന്നും സമ്മതിക്കാത്ത ആ രീതിയിൽ നാട്ടുകാർ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുകയും പണ്ഡിതന്മാരും ഉലമാക്കളുമൊക്കെ ദീനിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോലും അവകാശമില്ലാത്തവരായി മാറുകയും തങ്ങൾ തീരുമാനിക്കുന്നിടത്തൂടെ പോകുന്ന മൂല്യരെ ആലിമിനെ ആവശ്യമുള്ളൂ എന്നിടത്ത് വിശ്വാസികൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് വിശ്വാസികളെ നയിക്കുകയും വിശ്വാസികളെ നേരിലൂടെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അവർക്ക് വെളിച്ചം നൽകുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ടവർ അവരെപ്പോലുള്ളവർ ജീവിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിലാണ് ഇസ്ലാമിക ചൈതന്യവും ഇസ്ലാമിന്റെ ശരിയായ രൂപവും ആരാധനയുടെ സമ്പ്രദായങ്ങളും ഒക്കെ കാണുന്നുള്ളൂ. അതൊക്കെ ആ രീതിയിൽ കാണാൻ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾക്ക് മാത്രമേ സൗഭാഗ്യമുള്ളൂ. അതിലൊരു നാടായി ഈ നാട് നിൽക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ നിലക്കുള്ള സ്ഥാനവും മാനവും നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ബറക്കത്തും നൽകട്ടെ.
അതോടൊപ്പം ഖിയാമത്ത് നാൾ വരെയും ഈ നല്ലൊരു നില ഇവിടെ തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.